ഹായ്, ഒരു ചെറിയ കൊട്ടിൻ്റെ കഥയാണ്. സംഗതി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, റീസെൻ്റ്ലി ബംഗ്ലാദേശിലുണ്ടായ പ്രശ്നങ്ങളൊക്കെ അറിഞ്ഞാണുമല്ലേ. ബംഗ്ലാദേശ് പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീന രാജിവെച്ചു, പലായനം ചെയ്തു, ആദ്യം ഇന്ത്യയിലെത്തി, പിന്നീട് UK പോയി എന്നൊക്കെയുള്ള വാർത്തകൾ നമ്മൾ അറിഞ്ഞാണ്. അപ്പോൾ സംഗതി സത്യമാണോ അല്ലയോ എന്നറിയില്ല. ഷെയ്ഖ് ഹസീന പറയുന്നത് ഇതിൻ്റെയൊക്കെ പിറകിൽ സാക്ഷാൽ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്കയാണ് എന്നാണ്. അവർക്ക് മിലിറ്ററി ബേസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടൊരു ഐലൻഡ് ആവശ്യപ്പെട്ടത്രേ. അപ്പം അത് ഷെയ്ഖ് ഹസീന കൊടുക്കാൻ തയ്യാറായില്ല. അതിൻ്റെ ഭാഗമായിട്ടാണ് രാജ്യത്തിലുടനീളം പല പ്രശ്നങ്ങളും അവർ ഉണ്ടാക്കിച്ചതാണ് എന്നൊക്കെ ഒരു ഭാഷ്യമുണ്ട്. സംഗതി എന്തു ആയിക്കോട്ടെ, കാര്യം ശകലം ഗൗരവമുള്ള കാര്യമാണല്ലേ. നമ്മുടെ ചുറ്റുമുള്ള രാജ്യങ്ങൾ, പാകിസ്ഥാൻ സ്റ്റെബിലിറ്റി നഷ്ടപ്പെടുന്നു, ശ്രീലങ്ക സ്റ്റെബിലിറ്റി നഷ്ടപ്പെടുന്നു, ഫോറക്സ് റിസർവുകളൊക്കെ തീർന്നു പോകുന്നു, നേപ്പാളിൽ വലിയ പ്രശ്നം നടക്കുന്നു, മ്യാൻമാറിൽ പ്രശ്നങ്ങൾ നടന്നുകൊണ്ടേയിരിക്കുന്നു. ഇപ്പോൾ ബംഗ്ലാദേശിൽ അതിഭീകരമായ ഒരു പ്രശ്നം നടന്ന് ഭരണമാറ്റം വരെ സംഭവിച്ചിരിക്കുന്നു. ഇതിന് നമ്മളെ ലക്ഷ്യം വെച്ചുള്ള വല്ല കാര്യമാണോ? ആ സമയത്താണ് നമ്മുടെ ശ്രദ്ധ കുറച്ചപ്പുറത്തേക്ക് നീണ്ടുപോകുന്നത്. ഏതാണ്ട് 10,000 കിലോമീറ്ററോളം സന്ദർശിച്ച് നമ്മുടെ എക്സ്റ്റേണൽ അഫയേഴ്സ് മിനിസ്റ്റർ ശ്രീ S. ജയശങ്കർ മൗറീഷ്യസിലേക്ക് ഒരു യാത്ര നടത്തി. അവിടെ ചെന്ന് അദ്ദേഹം അവരുടെ വളരെ പ്രധാനപ്പെട്ട ഒരു ആവശ്യത്തെ ഇന്ത്യ ബാക്ക് ചെയ്യുന്നതായിട്ട്, ഇന്ത്യയുടെ സപ്പോർട്ട് കൊടുക്കുന്നതായിട്ട് പറയുകയും ചെയ്തു. സംഗതി ഷാഗോസ് ഐലൻഡ് മൗറീഷ്യസിൻ്റെതാണ് എന്നാണ് അവർ അവകാശപ്പെടുന്നത്. ഇത് അവകാശവാദമല്ല, ശരിക്കും ജോഗ്രഫിക്കലി അങ്ങനെ ആകാനുള്ള സാധ്യതയാണ് കൂടുതലുള്ളത്. ഇന്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസ് അടക്കമുള്ള പല സ്ഥാപനങ്ങളും ഇത് അംഗീകരിച്ചിട്ടുള്ളതാണ്. പക്ഷെ സംഗതി ഇവർക്ക് വിട്ടുകിട്ടുന്നില്ല. കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, യുണൈറ്റഡ് കിങ്ഡത്തിന്റെ കയ്യിലാണ് ഈ ഒരു ഐലൻഡ് ഇരിക്കുന്നത്. ഇനി ഇത് വിട്ടുകൊടുക്കാതിരിക്കാൻ അവർ പറയുന്ന കാരണങ്ങൾ പലതും രസകരമാണ്. കാരണം ഒരു കാലത്ത് ഇന്ത്യ അടക്കമുള്ള പല രാജ്യങ്ങളെയും അവരുടെ കോളനികളായി വെച്ചുകൊണ്ടിരുന്ന സമയത്ത് കൈവശം കോളനിയായി വെച്ചുകൊണ്ടിരുന്ന സ്ഥലമാണിതും. മറ്റു പല സ്ഥലങ്ങൾക്കും സ്വാതന്ത്ര്യം കിട്ടി, പക്ഷേ ഈ സ്ഥലം ഇപ്പോഴും അവർ കൈവശം വെച്ചിരിക്കുകയാണ്. സ്ട്രാറ്റജിക്കലായിട്ടുള്ള അതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് ആണ് ഈ കൈവശം വെക്കാനുള്ള കാരണം എന്ന് പറയുന്നത്. പറയുന്ന പ്രധാനപ്പെട്ട കാര്യം, സാക്ഷാൽ അമേരിക്കയുടെ ഒരു മിലിറ്ററി ബേസ് ഈ ഒരു ഐലൻഡിലുണ്ട്. അപ്പോൾ ആ ഐലൻഡിന്റെ പേരാണ് ഡീഗോ ഗാർഷ്യ. ഈ ഡീഗോ ഗാർഷ്യയിൽ മിലിറ്ററി ബേസ് നിലനിൽക്കുന്നതുകൊണ്ടും മറ്റു പല കാരണത്താലും തിരിച്ചിത് മൗറീഷ്യസിന് വിട്ടുകൊടുക്കാൻ സാധിക്കില്ല എന്നാണ് UK പറയുന്നത്. ഇതിന്റെ മണ്ടക്കിട്ടാണ് നമ്മൾ ചെറിയൊരു കൊട്ട് കൊടുത്തിരിക്കുന്നത്. ഈ കൊട്ട് അമേരിക്കയ്ക്കോ UK കൊള്ളാനാണോ എന്നൊന്നും അറിയില്ല, പക്ഷെ സംഗതി ഒരു കൊച്ചു കൊട്ട് തന്നെയാണ്. ഈ ഭാഗത്തെ, അതായത് ഇൻഡോ പസഫിക് റീജിയനിലെ ഏറ്റവും ശക്തനായ ആളാണ് ഇന്ത്യ. ആ സാക്ഷാൽ ഇന്ത്യ നമ്മൾ മൗറീഷ്യസിനെ സപ്പോർട്ട് ചെയ്തിരിക്കുകയാണ്. മൗറീഷ്യസിന്റെ ക്ലെയിം ന്യായമാണെന്നും ഈ പറഞ്ഞ ഷാഗോസ് ഐലൻഡ് മൗറീഷ്യസിന് വിട്ടുകൊടുക്കണമെന്നുമാണ് ഇന്ത്യ ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഈ കൊട്ട് കൃത്യമായി കൊള്ളേണ്ട സ്ഥലത്ത് കൊള്ളുവോ ഇല്ലയോ എന്നുള്ളത് നമുക്കറിയില്ല. അങ്ങനെ കൊള്ളുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഇനി അങ്ങോട്ട് പോകുമ്പോൾ നമുക്കത് മനസ്സിലാവും. താങ്ക് യു.